ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വെറുതെ തൊടിയിലേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ റബ്ബറിൻ്റെ ചോട്ടിൽ കുറേ ചെടികൾ ഇങ്ങനെ നിൽക്കുന്ന കൂട്ടത്തിൽ ഒരു പ്രത്യേക തരം ചെടി കണ്ടു. പ്രത്യേകതരം ചെടിയല്ല, പണ്ട് മുതലേ കാണുന്നതാണ്. ഒരു കാട്ടുചെടിയായിട്ട് തള്ളിക്കളയുന്ന ഒരു ചെടിയാണ്. പക്ഷെ ആ ചെടിയെ ഞാൻ ഇപ്പോൾ ശ്രദ്ധിക്കാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ, കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു പുസ്തകം തന്നിരുന്നു, കുറച്ച് ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള ഒരു പുസ്തകം. ആ പുസ്തകത്തിൽ ഈ ചെടിയിലുണ്ടാവുന്ന കായിൽ നിന്നും ലഭിക്കുന്ന നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന ഗുണങ്ങളും അതിന്റെ ഒരു ശക്തിയൊക്കെ അറിഞ്ഞപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കണം തോന്നി. അപ്പൊ ഞാൻ അപ്പൊ തന്നെ അതിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് ഒരു ഡീറ്റെയിൽ നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോട് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. തിന്നാക്കാ നോട്ടെ കാണിക്ക്. തിന്നാ വിളിക്ക. കടിച്ചു പൊട്ടിച്ചേക്കാ. സാണ്ടാ എന്ത് ടേസ്റ്റാ? പുളിയോ മധുരോ? പുളിയാണോ? ഇനിയും വേണോ? അത്രയ്ക്ക് മധുരം ഉണ്ടോ? അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടോ? ആണോ? എന്നാ ഒന്നുകൂടെ എന്നാ. ടേസ്റ്റ് ഉണ്ടാ? ഇനിയില്ല, കഴിഞ്ഞു. അപ്പൊ സംഭവം എന്താന്നുള്ളത് നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലെ? ഈ കാണുന്നതാണ് ഞെട്ടങ്ങ എന്ന് പറയുന്ന ചെടി. ഇതിപ്പോ ഞെട്ടങ്ങ എന്ന് ഞങ്ങളുടെ ഈ ഭാഗത്ത് പറയുന്നതാണ് കേട്ടോ. ഇപ്പൊ പൊതുവെ ഞാൻ ആ പുസ്തകത്തിൽ കണ്ടത് ഞൊട്ടാഞ്ഞൊടിയൻ എന്നുള്ള പേരിലാണ്. പക്ഷെ ഞങ്ങളിവിടെ ഞെട്ടങ്ങ എന്നാണ് പറയാന്ന് മാത്രം. ഇതിപ്പോ ഞങ്ങൾ ചെയ്തിരുന്ന ചെറുപ്പത്തില് ഇതിങ്ങനെ പിടിച്ചിട്ട് നെറ്റിയിലടിച്ച് പൊട്ടിക്കുന്ന ഒരു ഹോബി ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ സാധനം പുലിയാണെന്നുള്ളത് ഞാൻ ആ പുസ്തകം വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. സംഭവം എന്താണെന്ന് വെച്ചാല്, ഞാനത് നോട്ട് ചെയ്യാനുള്ള കാരണം, ഈ സാധനം കഴിച്ചാല് തടി കുറയും എന്നുള്ളത് അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിതൊന്ന് ശ്രദ്ധിക്കാനും മനസ്സിൽ വെക്കാനുള്ള കാരണം. അപ്പൊ ഇന്ന് രാവിലെ തൊട്ടിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഞാനിത് കണ്ടത്. ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഇതിന്റെ ചീത്ത കൊളസ്ട്രോള് കുറയ്ക്കാൻ ഇതിന് കഴിവുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഒരുപാട് രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു കഴിവും ഇതിനുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് ഒരു നിസ്സാരക്കാരനല്ല, ഔഷധ ഗുണമുള്ള ചെടി ആണ് എന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. വളരെ ചെറിയൊരു വീഡിയോ ആണ്. ഇപ്പൊ ഇതിന്റെ കൂടുതൽ വിവരങ്ങളൊന്നും ഇപ്പൊ എന്റെ ഓർമ്മയിൽ നിൽക്കുന്നില്ല ഞാൻ ആ പുസ്തകം വായിച്ചതില്. നിങ്ങൾക്ക് അറിയുന്ന ഗുണങ്ങള് താഴെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തിയാൽ കാണുന്ന മറ്റുള്ളവർക്ക് അതൊരു ഗുണമായിട്ട് വരും. ഓക്കെ.